പുതുവർഷത്തിൽ മലയാള സിനിമാ പ്രേമികൾക്ക് സന്തോഷമേകുന്ന ഒരുപിടി നല്ല ചിത്രങ്ങൾ ഇന്ന് മുതൽ OTT വഴി സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. പുതുവർഷം പ്രമാണിച്ചുള്ള ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള OTT അപ്ഡേറ്റ്സുകൾ നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും OTT അപ്ഡേറ്റ്സുകളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാള സിനിമയിൽ പുത്തൻ സിനിമയുടെ OTT റിലീസിങ്ങിന് പെരുമഴ തന്നെ നമുക്ക് പുതുവർഷം കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി ചിത്രങ്ങളാണ് വിവിധ OTT പ്ലാറ്റ്ഫോം വഴി ഇന്നും വരും ദിവസങ്ങളോടെയായിട്ട് സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ നിന്നുള്ള മൊഴിമാറ്റ ചിത്രങ്ങളും 2026 മാറ്റുകൂട്ടാൻ വേണ്ടി OTT വഴി എത്തുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. 2025 ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറിയ ചിത്രമായിരുന്നു 2025 അവസാനം നവംബർ മാസം തിയേറ്ററിലെത്തിയ എക്കോ എന്ന് പറയുന്ന സിനിമ. സന്ദീപ് പ്രദീപ് കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയ ചിത്രം. കിഷ്കിന്ധകാണ്ഡം എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കുക രഞ്ജിത്ത് അയ്യത്തനായിരുന്നു അണിയിച്ചിരിക്കിയിട്ടുണ്ടായിരുന്നത്. 50 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രം ഈ വരുന്ന ഡിസംബർ 31 അതായത് ഇന്നലെ മിഡ് നൈറ്റോട് കൂടി തന്നെ നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ട് റെക്കോർഡ് തുകയ്ക്കാണ് എക്കോഡർ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. വമ്പൻ താരനിരയിൽ അടിയിരുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറിയത് കൊണ്ട് തന്നെ OTTയിലും കാണാൻ വേണ്ടി പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് എത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ അതിഭീകര കാമുകൻ എന്ന് പറയുന്ന രുക്മാൻ ചിത്രമാണ്. കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം. രുക്മാൻ അവറാനും ദൃശ്യ രഘുനാഥുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. തിയേറ്ററിൽ വലിയ വിജയമാകാതെ പോലെ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഒക്കെ ആമസോൺ പ്രൈം വീഡിയോസാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണുന്ന ആഗ്രഹിക്കുന്നവർക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഇന്ന് OTT വഴി റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ കോമഡി ചിത്രമായിട്ടുള്ള ഇന്നസെന്റ് എന്ന് പറയുന്ന സിനിമയാണ്. സാധാരണക്കാരൻ്റെ കഥ പറയുന്ന ചിത്രത്തിൽ തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സൈനപ്പിലെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇതിനോടൊപ്പം തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുകയും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് OTT റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഇത്തിരി നേരം എന്ന് പറയുന്ന റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ്. സൺനെക്സ്റ്റിലാണ് ഈ വരുന്ന ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. റോഷൻ മാത്യു, സൈറ ഷിഹാബ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രമാണ് ഇത്തിരി നേരം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സൺനെക്സ്റ്റ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ കളങ്കാവൻ എന്ന് പറയുന്ന സിനിമ. മമ്മൂട്ടി, വിനായകൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ജിതിൻ കെ ജോസ് അണിയിച്ചിരിക്കിയ ചിത്രത്തിൽ മമ്മൂട്ടി നെഗറ്റീവ് കഥാപാത്രമെടുത്തി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് 83 കോടി നേടി ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് റോളിൽ പോലും പ്രേക്ഷകരുടെ മനം കവരാൻ മമ്മൂട്ടിക്ക് ഈ ചിത്രത്തിലൂടെ സാധിച്ചു. ഇപ്പോഴത്തെ ചിത്രത്തിന് OTT റൈറ്റ്സ് ഒക്കെ സോണി ലൈവ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ജനുവരി ആദ്യ വാരം തന്നെ ഈ സിനിമ OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെലുങ്കിൽ നിന്നുള്ള മൗഗ്ലി, ബ്യൂട്ടി എന്നീ ചിത്രങ്ങളും തമിഴിൽ നിന്ന് ലവ് ബിയോണ്ട് ബിക്കറ്റ് എന്ന ചിത്രവും ഇപ്പോൾ നമുക്ക് OTT പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷൈൻ നിഗം കേന്ദ്ര കഥാപാത്രത്തെ ബൾട്ടി എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ജനുവരി ആദ്യ വാരം തന്നെ OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാത്യു തോമസ് കേന്ദ്ര കഥാപാത്രമെത്തിയ നെല്ലികാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസും മനോരമ മാക്സുമാണ് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രം ജനുവരി മാസം തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുക എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളിൽ ഏത് സിനിമയുടെ OTT റിലീസിനായിട്ടാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.